ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എഗ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എഗ് ചില്ലി. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനാവശ്യമായ പുഴുങ്ങിയ മുട്ട ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ 4ആയിട്ട് മുറിച്ചെടുക്കും. തീരെ ചെറിയ മുട്ടയാണെങ്കിൽ 2ആയിട്ട് മുറിച്ചാൽ മതി. ഞാനിവിടെ 4ആയിട്ടാണ് മുട്ട മുറിച്ചെടുത്തേക്കുന്നത്. പിന്നെ അതിനുശേഷം അതിന് ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രത്തിനകത്തോട്ട് 2 സ്പൂണ് മൈദ, 2 സ്പൂണ് കോൺഫ്ലവർ, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് നമുക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിച്ചോളൂ. ഞാനൊരു 1/4 സ്പൂണേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ വലിയ കട്ടുകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. ഞാൻ എടുത്തേക്കുന്ന പോലെ ഒരുപാട് അങ്ങ് കട്ടിലും ആയിപ്പോവരുത്, അതുപോലെ ഒരുപാട് ലൂസിലും ആയിപ്പോരുത്. എഗ്ഗിനകത്ത് ബാറ്റർ പിടിക്കുന്ന രീതിയിൽ നമ്മൾ അത് തയ്യാറാക്കി എടുക്കുക. അതിനുശേഷം കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ എഗ്ഗ് മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അത് എണ്ണയിൽ മുട്ട ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മുട്ട കൊണ്ട് ചൂട് പിടിച്ച് വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം എണ്ണയിലോട്ട് മുട്ട ഇടാൻ. അതുപോലെ ഈ എഗ്ഗ് ആയതുകൊണ്ട് നമ്മുടെ ബാറ്ററി എണ്ണയിൽ ഇടുമ്പോൾ ഇങ്ങനെ തെന്നിപ്പോവും. ആ മുട്ടയുടെ മേളിൽ നിന്ന് ബാറ്ററി നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് അതിൻ്റെ മേൾവശത്ത് മാത്രം നീങ്ങിപ്പോകുന്ന ഭാഗത്ത് ബാറ്ററി ഒന്ന് ചെറുതായിട്ടൊന്ന് ടിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മാത്രം മതി. അധികം നേരം ഒന്നും ഇട്ടേക്കേണ്ട എണ്ണയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് വറുത്തെടുക്കാനും പറ്റും. ഫ്രൈ ചെയ്ത എഗ്ഗ് മാറ്റി വെക്കുക. വീണ്ടും വേറൊരു കടായി കൂടെ എടുത്തിട്ട് അതിനകത്ത് ഞാനാണെങ്കിൽ ആ ഫ്രൈ ചെയ്ത എണ്ണയുടെ ബാക്കി തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ചെയ്യാൻ. വളരെ പെട്ടെന്ന് ചെയ്താൽ മതി. ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഗാർലിക്കും ഇട്ട് ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കുക. അതിനുശേഷം നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ക്ലിയർ കളർ വരുമ്പോഴത്തേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വാടി വരുന്ന പരുവമാകുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് സോയാ സോസ്, 1 സ്പൂണ് ചില്ലി സോസ്, 2 സ്പൂണ് ടൊമാറ്റോ സോസ്. ഇത്രയും സോസുകളാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അത്രയും സോസുകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിനകത്ത് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ സോസൊക്കെ ചേർക്കുന്നതിന് മുമ്പ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് നെടുകെ കീറി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് തന്നെ നമ്മൾ 1 സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കണം. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുക. കാരണം കുറച്ച് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഗ്രേവി കുറച്ച് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. ഇനിയിപ്പം കുറച്ച് ഗ്രേവിയൊക്കെ വേണ്ടുന്നവരാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അല്ല കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കണ്ട. പിന്നെ അത് വെള്ളം പറ്റിച്ചെടുക്കാനും കുറച്ച് പാടാവും. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ലാസ്റ്റ് ഉപ്പ് അധികം ഇടാവും, കാരണം സോസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഉപ്പുള്ളതുകൊണ്ട് അത് നോക്കി വേണം നമ്മൾ ഉപ്പ് ഇതിനകത്തേക്ക് ഇടാനും. അതേപോലെ തന്നെ എഗ്ഗ് ലാസ്റ്റിലാണ് ഇടുന്നത്. എഗ്ഗ് ഇട്ടിട്ട് ഒരുപാട് നമ്മൾ ഇളക്കി എടുക്കരുത്. അതിനകത്ത് കോട്ടിങ് എല്ലാം വേറെ ആയിപ്പോവും. ഗ്രേവി അതിൽ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിലിട്ട് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് സെർവ് ചെയ്യാൻ ടൈം ആകുമ്പോഴായിരിക്കണം. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോയി ഇത് നല്ല സോഫ്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ടൈം ആവുന്ന സമയത്ത് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. നേരത്തെ റെഡിയാക്കി വെക്കാൻ പറ്റിയൊരു വിഭവമല്ല. ഒന്നാമത് എഗ്ഗും കൂടിയാണ്, ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന കോട്ട് അതിനകത്ത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സെർവ് ചെയ്യാൻ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളിത് റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും.
എഗ് ചില്ലിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിടുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം.